മലബാറിന്റെ ആകാശ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ കരിപ്പൂർ വിമാന ദുരന്തത്തിന് ഇന്ന് 5 വർഷം. അതിതീവ്ര മഴയും കാറ്റും അപകടകരമായ കാലാവസ്ഥ സൃഷ്ടിച്ചപ്പോൾ 2020 ഓഗസ്റ്റ് 7 വൈകുന്നേരമാണ് കേരളത്തെ നടുക്കിയ വിമാന ദുരന്തം സംഭവിച്ചത്. 5ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും മാഞ്ഞുപോയിട്ടില്ല. കോവിഡ് കാലത്ത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്നും 190 യാത്രക്കാരുമായി എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട റൺവേയുടെ റസ ഏരിയയും പിന്നിട്ട് കിഴക്കുഭാഗത്തെ ചെരിവിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 100 മീറ്റർ താഴേക്ക് പതിച്ച വിമാനം 3ആയി പിളർന്നു. 2 പൈലറ്റുമാരടക്കം 21 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ അപകടത്തിൽ 169 പേർക്കാണ് പരിക്കേറ്റത്. മാതൃകയായി രക്ഷാപ്രവർത്തനം. കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് യാതൊന്നും വകവയ്ക്കാതെ സമീപവാസികളും CISF ഉദ്യോഗസ്ഥരും പോലീസും അഗ്നിശമന സേനയും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. 3 മണിക്കൂറിനുള്ളിൽ എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. അപകട സമയത്ത് സഹായിച്ച നാട്ടുകാരോടുള്ള നന്ദി സൂചകമായി അപകടത്തിൽ രക്ഷപ്പെട്ട യാത്രക്കാരും മരിച്ചവരുടെ കുടുംബങ്ങളും ചേർന്ന് കൊണ്ടോട്ടിയിലെ ചിറയൽ ചുങ്കത്തെ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നവീകരണത്തിന് 50 ലക്ഷം രൂപ സംഭാവനയായി നൽകി.